കെഎസ്ആർടിസി ബസ്സിൽ പെൺകുട്ടിയോട് ലൈംഗികാതിക്രമം നടത്തിയ കേസിൽ അറസ്റ്റിലായ കോഴിക്കോട് വടകര സ്വദേശി സവാദ് റിമാൻഡിൽ 2 വർഷത്തിനിടെ രണ്ടാം തവണയാണ് സവാദ് സമാനമായ കേസിൽ പിടിയിലാകുന്നത്. തൃശൂരിൽ നിന്നും മലപ്പുറത്തേക്കുള്ള യാത്രക്കിടെ നടന്ന അതിക്രമത്തെപ്പറ്റി പെൺകുട്ടി തൃശൂർ ഈസ്റ്റ് പോലീസിലാണ് പരാതി നൽകിയത്. തുടർന്ന് ഒളിവിൽ പോയ സവാദിനെ തമിഴ്നാട്ടിൽ നിന്ന് പിടികൂടുകയായിരുന്നു. 2023-ൽ സമാനമായ കേസിൽ ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയപ്പോൾ ഇയാൾക്ക് സ്വീകരണം നൽകിയത് വിവാദമായിരുന്നു. സവാദിന്റെ സ്വഭാവം പൊതുജനങ്ങൾക്ക് ഇതോടെ ബോധ്യമായെങ്കിലും തനിക്ക് ഇനിയും നീതി ലഭിച്ചിട്ടില്ലെന്ന് ആദ്യ കേസിലെ പരാതിക്കാരിയും മോഡലുമായ യുവതി പ്രതികരിച്ചു. കഴിഞ്ഞ ശനിയാഴ്ചയാണ് കേസിനാസ്പദമായ സംഭവം. തൃശൂരിൽ നിന്നും മലപ്പുറത്തേക്കുള്ള യാത്രയിൽ കെഎസ്ആർടിസി ബസ്സിൽ വെച്ച് പെൺകുട്ടിയോട് ലൈംഗിക അതിക്രമം നടത്തുകയായിരുന്നു. പീഡന ശ്രമത്തിനു പുറമെ നഗ്നതാ പ്രദർശനവും ഇയാൾ ബസ്സിൽ നടത്തി. പെൺകുട്ടി പ്രതികരിച്ചപ്പോൾ പേരാമംഗലത്ത് വെച്ച് ബസ്സിൽ നിന്നും സവാദ് ഇറങ്ങിയോടി. പെൺകുട്ടി തൃശൂർ ഈസ്റ്റ് പോലീസിലെത്തി പരാതി നൽകി. തുടർന്ന് സവാദ് തമിഴ്നാട്ടിലേക്ക് കടക്കുകയായിരുന്നു. പിന്നീട് പോലീസ് പിടിയിലായി. 2023-ൽ നെടുമ്പാശ്ശേരിയിൽ വെച്ച കെഎസ്ആർടിസി ബസ്സിൽ ലൈംഗിക അതിക്രമം കാണിച്ചതിന് ഇയാൾ നേരത്തെ പോലീസ് പിടിയിലായിട്ടുണ്ട്. അന്ന് ജാമ്യത്തിലിറങ്ങിയ സവാദിനെ ജയിലിന് പുറത്തുവെച്ച് സ്വീകരണം നൽകിയത് വൻ വിവാദമായിരുന്നു. രണ്ടു വർഷം കഴിഞ്ഞിട്ടും തനിക്ക് നീതി ലഭിച്ചില്ലെന്ന് സവാദിനെതിരെ ആദ്യം പരാതി നൽകിയ യുവതി ന്യൂസ് 18നോട്. Justice delayed is justice denied. I have not got justice. So it has delayed, it has ruined kore prospects of who I am as a being. 2 years what I went through കുറച്ചധികം എക്സ്ട്രീം ആയിരുന്നു. I couldn't do what I loved because എല്ലാത്തിന്റെയും അടിയിൽ the comments were cyber raping me. കേസിൽ സവാദിനെ കോടതി റിമാൻഡ് ചെയ്തു. തൃശൂർ ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന്റേതാണ് നടപടി. ന്യൂസ് 18 തൃശൂർ, കൊച്ചി.